പക്ഷേ വളരെ ദ്രുതഗതിയിൽ തന്നെ ഈ ഷൗക്കത്ത് അലി ഇവരെ പോലീസ് ഓഫീസർമാർക്കെല്ലാം മൊഴിയെടുക്കുകയും പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഷുഹൈബ് കേസ് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷുഹൈബിൻ്റെ മാതാപിതാക്കൾ നിരവധി തവണ കോടതിയിൽ കയറിയിറങ്ങിയാൽ പോലും ഈ കേസന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി, കൂടുതൽ ആളുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി, കൂടുതൽ നേതാക്കന്മാരുടെ ഇടയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആകാശ് തെല്ലങ്കേരി അടക്കമുള്ള ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ അതികർശനമായ നിലപാടുണ്ടാവും, നടപടികൾ സ്വീകരിക്കും, അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന അടക്കമുള്ള വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാവും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ അന്നത്തെ റിപ്പോർട്ട് പോലും തിരുത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് പറയുമ്പോൾ എത്രത്തോളം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ക്രിമിനൽ രാഷ്ട്രീയത്തെ വളർത്തിയെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമസ്കാരം. സംസ്ഥാനത്തൊരു ഭരണമാറ്റം സംഭവിച്ചപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം പൂഴ്ത്തിവെക്കപ്പെട്ട പല കാര്യങ്ങളും ഇനി തലപൊക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി വന്നപ്പോൾ അത് ഉറപ്പായി. അത് മറ്റേ ആലപ്പുഴയിൽ നടന്ന നവകേരള യാത്ര രക്ഷാപ്രവർത്തനത്തിലൂടെ നമ്മളത് ഉറപ്പിക്കുകയും ചെയ്തു. ഇനി കഴിഞ്ഞ 10 വർഷം അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്തതെല്ലാം തിരിച്ച് വരാൻ കിടക്കുന്നതിനുള്ള ഒരു സൂചന അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ കുന്നംകുളത്ത് നടന്നൊരു പോലീസ് സ്റ്റേഷൻ മർദ്ദനം, ഇത് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ചൂട് പിടിച്ച് ഒരുപാട് കേസുകൾ ഇനി തലപൊക്കും. ഇതെല്ലാം ഒരു സൂചനയല്ല ഇത്തരത്തിൽ എന്തൊക്കെ കേസുകളായിരിക്കും ഇനി CPM അല്ലെങ്കിൽ LDF നേരിടാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിലുണ്ടായ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കുറേ സംഭവങ്ങളുണ്ട്, പോലീസ് മർദ്ദനങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് വരാനുണ്ട്. അപ്പോൾ ആ പത്തനംതിട്ടയിൽ പോയുള്ള SP-ക്കെതിരെയൊക്കെ പോലീസ് വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തതാണ്. പക്ഷേ അതൊക്കെ പൂഴ്ത്തിവെച്ചു. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി പ്രഖ്യാപിച്ചതായിരുന്നു LDFിൻ്റെ നേതൃത്വത്തിൽ, അതായത് പിണറായി വിജയൻ നേതൃത്വം നടന്ന നവകേരള യാത്ര. നവകേരള യാത്രയ്ക്ക് പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് തന്നെ കരിങ്കൊടി കാണിക്കുക എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ സമരത്തെ അതിക്രൂരമായി നേരിട്ട, ആലപ്പുഴയിൽ വെച്ച് അതിക്രൂരമായി നേരിട്ട പോലീസുകാർ മാത്രമല്ല, ഗൺമാൻമാരുണ്ട്. 2 ഗൺമാൻമാർ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ ഭാരവാഹിയായിരുന്ന, ഇപ്പോൾ ആലപ്പുഴ MLA ആയിരിക്കുന്ന തോമസിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സീനുകൾ നമ്മൾ കേരളം നടുക്കത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ഗൺമാൻമാർ സാധാരണ ഇത്തരത്തിലുള്ള അക്രമ പരിപാടികൾക്ക് പോകാൻ പാടില്ല എന്നുള്ള സർവീസ് ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്, രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചുകൊണ്ട് അവർ കരിങ്കൊടി കാണിച്ചു എന്നുള്ള ഒറ്റ കുറ്റത്തിന് അവരെ അതിക്രൂരമായി മർദ്ദിച്ചു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വെച്ചാണെങ്കിൽ ഈ 2 ഗൺമാൻമാരും നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്നും അല്ലെങ്കിൽ ഇറങ്ങിപ്പുറപ്പെട്ടതെന്നും. വേറൊരു സംഭവം വരുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാത്തിയല്ലെന്നും ഇതൊരു ചൂരൽ കൊണ്ടാണ് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചതെന്നുള്ളതാണ്. 10 ദിവസം കൊണ്ട് റിപ്പോർട്ട് എടുക്കാനായിരുന്നു മന്ത്രിസഭ SIT രൂപീകരിക്കുമ്പോൾ പ്രഖ്യാപിച്ചിരുന്നത്. വി ഡി സതീശൻ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ദ്രുതഗതിയിൽ തന്നെ ഈ ഷൗക്കത്ത് അലി ഇവരെ പോലീസ് ഓഫീസർമാർക്കെല്ലാം മൊഴിയെടുക്കുകയും പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി തുടർന്ന് നടപടികൾ എന്താണെന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുന്നംകുളത്ത് സുജിത്ത് എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിലേക്ക് അനധികൃതമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച ഒരു കേസ്, അദ്ദേഹം നടത്തിയ വലിയ നിയമ പോരാട്ടമുണ്ട്. പോലീസുകാർക്കെതിരെ വകുപ്പ് തലത്തിൽ നടപടിയെടുക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം ഇന്നേ വരെ പാലിക്കപ്പെട്ടില്ല. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെയും അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരെയൊക്കെ അന്ന് മർദ്ദിച്ചാൽ കേസില്ല, അല്ലെങ്കിൽ കേസെടുക്കേണ്ടതില്ല എന്നാണ്. നമ്മളതൊന്ന് നോക്കൂ. മട്ടന്നൂരിൽ ഷുഹൈബ് എന്ന ഒരു ചെറുപ്പക്കാരനെ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ഷുഹൈബിനെ ഒരു സംഘം DYFI CPM ഗുണ്ടകൾ ചേർന്ന് ബോംബെറിഞ്ഞ് വെട്ടിക്കൊല്ലുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായി. 8 വർഷം കഴിഞ്ഞിട്ടും ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചില്ല. ഈ ദിവസങ്ങളിലാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കോടതി ഇന്ന് അവരുടെ ജാമ്യം റദ്ദീകരിക്കുന്നു. അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. ഇനി കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു വിചാരണ ആണ് ഇനി നടത്തുക എന്നുള്ളത് കോടതി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും പ്രതിരോധത്തിൽ CPM അകപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ഈ കേസ് CBIക്ക് വിടണം, ഷുഹൈബ് കേസ് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷുഹൈബിൻ്റെ മാതാപിതാക്കൾ നിരവധി തവണ കോടതിയിൽ കയറിയിറങ്ങിയാൽ പോലും ഈ കേസന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി, കൂടുതൽ ആളുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി, കൂടുതൽ നേതാക്കന്മാരുടെ ഇടയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആകാശ് തെല്ലങ്കേരി അടക്കമുള്ള ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചതെന്നും, മാത്രമല്ല അതിനുവേണ്ടി
ഈ ഏതാണ്ട് 1 കോടി രൂപയോളം ചെലവഴിച്ചു എന്ന് നമ്മളിൽ കാണുകയുണ്ട്. ഇത് നേരത്തെ സജിത് ലാൽ കൃപേഷ് പെരിയയിലുള്ള ഇരട്ടക്കൊല കേസിലും ഇതേപോലെ CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി വലിയ രീതിയിൽ പണം മുടക്കി അവസാനം CBI വന്നു. CBI വന്നപ്പോൾ കുറേ CPM നേതാക്കന്മാർ അകത്തായി. അവരെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഒന്നും അനുമതിയില്ലാതെ അത് അവർക്ക് ജാമ്യം ലഭിച്ചതായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു. ഇങ്ങനെ വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട കേരളത്തിലെ പല പാർട്ടി ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന, ഇപ്പോൾ കൊടിസുനിക്കൊക്കെ അത് ആഴ്ചക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം. എല്ലാ TB കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജാമ്യത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഭരണമാറ്റത്തോടുകൂടി യഥാർത്ഥത്തിൽ ഈ ക്രിമിനലുകളെല്ലാം പെട്ടിരിക്കുകയാണ്. അത് പോലീസ് ക്രിമിനലുകൾ പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ഈ ഗുണ്ടകളും അകപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പോലീസ് രാജ്യം അതുപോലെ തന്നെ ഗുണ്ടാ രാജ്യം ഒക്കെ നടപ്പിലാക്കുകയും അതിന് കൃത്യമായി സംരക്ഷണം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ ചെയ്തിരുന്നത്. ഇതിനൊക്കെ കൃത്യമായ തിരിച്ചടി ഉണ്ടാവും എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ അതികർശനമായ നിലപാടുണ്ടാവും, നടപടികൾ സ്വീകരിക്കും, അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന അടക്കമുള്ള വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാവും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആലപ്പുഴയിൽ ഈ ചെറുപ്പക്കാരനെ തോമസിനെ മാത്രമല്ല മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത്തവണ അവിടെ ജയിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്ര ക്രൂരമായ, ഇതിന് തെളിവില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു തെളിവില്ല എന്ന് മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിയുടെ അന്നത്തെ റിപ്പോർട്ട് പോലും തിരുത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് പറയുമ്പോൾ എത്രത്തോളം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ക്രിമിനൽ രാഷ്ട്രീയത്തെ വളർത്തിയെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്തിനാണ് ഗുണ്ടയായി മാറുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം അതിനെ വളരെ ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന പിണറായി വിജയൻ പറഞ്ഞെന്താണ്, ഞാൻ ബസ്സിന്റെ മുന്നിൽ ഇരിക്കുകയല്ലേ, അത് രക്ഷാപ്രവർത്തനല്ലേ, അല്ലെങ്കിൽ അവർ വണ്ടി ഇടിച്ച് മരിച്ചുകൊണ്ടല്ലേ അത് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ അക്രമ സംഭവത്തെ അവർ ന്യായീകരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം EP ജയരാജനും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. പക്ഷെ എത്ര ന്യായീകരിച്ചാലും, നേതാക്കന്മാർ എത്ര ന്യായീകരിച്ചാലും പൊതുസമൂഹം ഇതിനെ ന്യായീകരിക്കില്ലെന്നും ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളല്ല പോലീസിന്റെ പണിയെന്നും കാലങ്ങളായി പോലീസ് മർദ്ദകരാണ് എന്നും അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയ്ക്ക് വേണ്ടിയാണ് പോലീസിനെ ഇങ്ങനെ കയറൂരി വിടുന്നതെന്നൊക്കെ നേരത്തെ നിലപാടുണ്ടായിരുന്ന CPM കഴിഞ്ഞ 10 വർഷമായിട്ട് എന്താണ്, പോലീസ് വളരെ എന്ത് ചെയ്താലും അതൊക്കെ നല്ല പ്രവൃത്തിയായി മാത്രം വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനൊക്കെ തിരിച്ചടി ഉണ്ടാവുകയാണ്. കുറ്റക്കാരായ പോലീസുകാരെ എല്ലാം ഇതാ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ഗുണ്ടകളെയും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ കൃത്യമായി ആക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാലങ്ങളായിട്ട് സാധാരണ നിലയിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാർക്കും തല്ല് കിട്ടാറുണ്ട് പോലീസിന്റെ വകയിൽ. പക്ഷേ ഭരണത്തിൽ വരുമ്പോൾ ഒരിക്കലും പോലീസിനെതിരെ ഉണ്ടായിരുന്ന ഇത്തരം ശിക്ഷാ നടപടികളൊന്നും എടുക്കാറില്ല. അപ്പോൾ അതെല്ലാം കോംപ്രമൈസ് ചെയ്തങ്ങ് പോകും. ഇത്തവണ അതല്ല. ഇത്തവണ VD സതീശൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇത്തരം പ്രവൃത്തികൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അവരെല്ലാം നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും, അവർക്കൊക്കെ വലിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന്. ഇപ്പൊ പോലീസിലെ ക്രിമിനലുകളെ ആദ്യം പൂട്ടുന്നു, അത് കഴിഞ്ഞ് ഗുണ്ടകളെ രണ്ടും ഒരുമിച്ച് പൂട്ടുന്നു. ഇനിയൊരു വിഭാഗം കൂടി ഉണ്ട്, രാഷ്ട്രീയ ക്രിമിനലുകൾ. അതെ. അതിൽ പല വമ്പൻ നേതാക്കളും കുടുങ്ങാൻ കിടക്കുന്നുള്ളൂ. കാരണം ഇതിലെ പല കേസുകളും അന്വേഷിച്ച് പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റം ചെന്നെത്തുന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരിലേക്കായിരിക്കും. തീർച്ചയായും വലിയ നേതാക്കൾ. അല്ല, അത് ഈ എന്തുകൊണ്ടാണ് മട്ടന്നൂരിലെ ഷുഹൈബ് കൊലക്കേസ് CBIക്ക് വിടരുത് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾ ഒളിക്കാനൊന്നുമില്ലെന്നും ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ അവർ തന്നെയാണ് ഈ ഷുഹൈബ് കേസിൽ പ്രതികൾക്ക് മറ്റ് വലിയ ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കുകയും ഇത് വെളിച്ചത്ത് വരണമെങ്കിൽ ഈ നിലവിലുള്ള കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും തെളിവുകളൊന്നും വരില്ല എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് CBI വരട്ടെ എന്ന് പറയുന്നത്. പക്ഷേ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി വലിയ തരത്തിലുള്ള ഭാരിച്ച ഫീസൊക്കെ മേടിക്കുന്ന അഡ്വക്കേറ്റുമാരെ രംഗത്തിറക്കുകയും എന്നിട്ട് അതിനെ പ്രതിരോധിക്കുക ചെയ്തത്. പക്ഷേ എല്ലാ കാലത്തും ഈ പ്രതിരോധം തീർക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അടിസ്ഥാനപരമായി ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു എന്നും അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തവണ CPMനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. ഇത് വെറും കോൺഗ്രസ്സുകാർ മാത്രം നിലപാട് സ്വീകരിച്ചാൽ ലീഗുകാർ നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായത്. പാർട്ടിയിൽ വലിയൊരു പക്ഷമുണ്ട് അക്രമങ്ങളുടെ കൂടെ നിൽക്കരുത്, അല്ലെങ്കിൽ അക്രമമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വ്യക്തമായ ധാരണയും അല്ലെങ്കിൽ അത്ര നിലപാടുമുള്ള നിരവധി CPM പ്രവർത്തകരുണ്ട്, CPI പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മറ്റ് പാർട്ടികളിലും ഇത്തരത്തിൽ സമാധാനം കാക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അവരുടെ നിലപാട് കൂടി കൊണ്ടാണ് ഇവിടെ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ ഇവരെ വെളിയിൽ നിർത്താനുള്ള ഇപ്പോഴത്തെ കാരണം. അത് മനസ്സിലാക്കാതെയാണ് ഇവർ ഇപ്പോഴും പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. EP ജയരാജനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനേയും ന്യായീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. EP ജയരാജൻ, MP ജയരാജൻ, ഇവർ രണ്ടുപേരും ഈ ലോകത്തുള്ള എന്തിനേയും ന്യായീകരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്ന നയം മാത്രമാണ് ശരി, ബാക്കി ലോകത്ത് ഒരു ശരികളുമില്ല എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരാണ്. ഇവരൊക്കെ തന്നെയാണ് ഈ പാർട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചെന്നുള്ളത് വേറൊരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ UDF പ്രവർത്തകർക്കിടയിൽ, വിശിഷ്യ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ വലിയ ഊർജം നൽകും, അല്ലെങ്കിൽ അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന രീതിയാണ്. കാരണം ആക്രമിച്ചവർക്ക് തിരിച്ച് കൃത്യമായ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്നു എന്ന് പറയുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾക്കും ചോദിക്കാൻ ആളുണ്ടെന്നും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എതിരെ നടന്ന അക്രമ സംഭവങ്ങളിൽ കൃത്യമായി ഇതാ മറുപടി കൊടുക്കാൻ വേണ്ടി സർക്കാർ തന്നെ മുൻകൈ എടുത്തിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. ഇത് UDFന് വലിയ രീതിയിൽ ഗുണം ചെയ്യും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് പോലും വലിയ ഗുണം ചെയ്യും എന്നാണ് നമ്മളിൽ കാണേണ്ടത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് മത്സരിച്ച് കിട്ടിയില്ല. അപ്പൊ കയ്യിൽ കിട്ടിയ ഈ വകുപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. ചിലപ്പോൾ ഈ 5 വർഷം തൻ്റെ മാക്സിമം അതിലേക്ക് എഫേർട്ട് ഇടാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ എന്തായാലും പലരും കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഓപ്പറേഷൻ കുബേരയൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഓപ്പറേഷൻ തുഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ഒരു പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നതിൽ ചെന്നിത്തലയുടെ ഒരു വൈദഗ്ധ്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ, ചെന്നിത്തല നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഈ വകുപ്പിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ വേണ്ട മാറ്റങ്ങൾ അദ്ദേഹം വരുത്തും. ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കോൺഗ്രസ്സുകാരെ ആക്രമിക്കുകയൊക്കെ ചെയ്ത നിരവധി പോലീസുകാരുണ്ട്. അവർക്കെതിരെയൊക്കെ വകുപ്പ് തലത്തിൽ നടപടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞതാണ് ശരി, അദ്ദേഹം മുഖ്യമന്ത്രി അല്ല, പക്ഷേ എങ്കിൽ പോലും ആഭ്യന്തര വകുപ്പും വിജിലൻസും കയ്യിലുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഇത്തരം നിലപാടുകൾ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കയ്യടി നേടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത് നമ്മൾ കാണണം. എന്തായാലും രമേശ് ചെന്നിത്തല ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ഇവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇപ്പം ഉന്നതരായ ചില പോലീസ് ഓഫീസർമാർക്കെതിരെ പോലും നടപടി വരാനുള്ള സാധ്യതയാണ് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഈ SITയുടെ അന്വേഷണത്തിൽ ചില പോലീസ് ഓഫീസർമാരും അതുപോലെ തന്നെയുള്ള മറ്റു ചിലരും ഒക്കെ കൊടുത്ത മൊഴികൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു വഴിയിലേക്കാണ് പോകുന്നത്. ഉന്നതനായ ഒരു പോലീസ് ഓഫീസറിലേക്ക് വഴിമാറുന്നു അന്വേഷണം എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ പല ഓഫീസർമാരുടെയും തല ഉരുളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത്, ഈ ഗുണ്ടകൾക്ക് എല്ലാ ആഴ്ചയിലും പരോളൊക്കെ കൊടുക്കുന്ന ജയിലിൽ അധികൃതർക്കെതിരെയും ചില ആളുകൾക്കെതിരെ അന്വേഷണം വരും, അവർക്കെതിരെയും നടപടി ഉണ്ടാവും തന്നെ. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത ഇതാണ്. പല ജയിലുകളിലും ഇപ്പോഴുള്ള CPMന്റെ പല അക്രമ സംഭവങ്ങളെയും കൊലപാതക കേസുകളിലൊക്കെ പ്രതികളായവർക്ക് വഴിവിട്ട സഹായം ലഭിക്കുന്നു എന്നുള്ള വലിയ പരാതികൾ നിലവിലുണ്ട്. അവർക്കെതിരെയും വലിയ വകുപ്പ് തലത്തിൽ വലിയ അന്വേഷണവും നടപടിയും ശിക്ഷാ നടപടിയൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്.